ഇന്ന് നമുക്കൊരു സ്നാക്ക് റെസിപ്പി കണ്ടാലോ? അപ്പോൾ അതിനായി 1 കപ്പ് മൈദാപ്പൊടി, കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കുന്നത് ക്രിസ്പിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഫോർക്ക് വെച്ച് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്ററിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. മാവ് കട്ട പിടിച്ച് കിടക്കാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ തയ്യാറാക്കാനുള്ളത്. ഇനി നമുക്ക് ആവശ്യം ചക്കയാണ്. ചക്ക കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ബാറ്ററിലേക്ക് ഓരോ ചക്ക എടുത്ത് ഡിപ്പ് ചെയ്ത് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു ചക്ക ഫുള്ളായിട്ടാണ് മാവിൽ ഡിപ്പ് ചെയ്തിടുന്നത്. അതിന് പകരമായി അത് ഹാഫായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മാവിൽ ഡിപ്പ് ചെയ്തിടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നതാണ് ഇത്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വൈകിട്ടൊരു കട്ടനോടൊപ്പം ഇത് പെർഫെക്റ്റ് കോംബോ ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ചക്ക ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.